ഗവേണൻസിൽ നിന്നും ഗവേണൻസിലേക്ക് കുതിക്കുന്ന പുതുതലമുറയ്ക്കൊപ്പം നടക്കുകയാണ് മലപ്പുറം നഗരസഭയും. നഗരസഭ രൂപം കൊടുത്ത മൊബൈൽ ആപ്ലിക്കേഷൻ സിറ്റിസൺ എംപവർമെന്റ് ഇതിന് ഒരു ഉദാഹരണമാണ്. നഗരസഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുജനത്തിന് ഉപകാരപ്പെടുത്താവുന്ന ആപ്ലിക്കേഷനാണിത്. സ്മാർട്ട് ഫോണുകൾ സർവ്വസാധാരണമായ സാഹചര്യത്തിൽ ഇതിന്റെ ഗുണഫലം എല്ലാ തലത്തിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് മലപ്പുറം നഗരസഭ. സിറ്റിസൺ എംപവർമെന്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ട് മലപ്പുറം നഗരസഭ ലക്ഷ്യമിടുന്നത് മറ്റൊന്നല്ല. ജില്ലയെക്കുറിച്ചും നഗരസഭയെക്കുറിച്ചും അറിയേണ്ടതെല്ലാം ഇതിലുണ്ട്. തീർന്നില്ല, നഗരസഭയ്ക്ക് പുറമെ കളക്ടറേറ്റിലെ എല്ലാ വകുപ്പുകളെക്കുറിച്ചും ഇവയുടെ സേവനങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളും ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ജനങ്ങളത് ഉപയോഗിച്ച് ശീലാക്കണം. എല്ലാ ഫോംസും അതിനകത്തുണ്ട്. മുനിസിപ്പൽ സംബന്ധം, ഗവൺമെൻറ് സംബന്ധമായ എല്ലാ ഫോംസും ഡൗൺലോഡ് ചെയ്യാം. ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോഴും ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ കിട്ടും. പുറമെ ആ ബട്ടൺ ക്ലിക്കിന് കൂടി ആ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിലേക്കാണ് കയറുന്നത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ പോയി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. ആപ്ലിക്കേഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് SOS സംവിധാനം. ഏതെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ ഒരാൾക്ക് 3-4 നമ്പർ ഫീഡ് ചെയ്യാം. ആ ഫീഡ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു എമർജൻസി ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് അവരുടെ ലൊക്കേഷൻ സഹിതം വെച്ചിട്ട് ഇവർക്ക് മെസ്സേജ് പോകും. പുറമെ പോലീസ് കൺട്രോൾ റൂമിലേക്ക്. ജില്ലയിലെ MLA മാർ, MP മാർ, ജില്ലാ കളക്ടർ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങി എല്ലാവരുടെയും വിശദാംശങ്ങൾ, ഫോൺ നമ്പറും അഡ്രസ്സും അടക്കം ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ചുരുക്കത്തിൽ ഇനി നിവേദനം അയക്കാനും പരാതി നൽകാനും വിവരശേഖരണത്തിനുമായി ഓഫീസുകൾ കയറിയിറങ്ങേണ്ടതില്ല. മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ. എറണാകുളം ആസ്ഥാനമായുള്ള മോബിസോണാണ് നഗരസഭയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത്. ഏഷ്യനെറ്റ് ന്യൂസ്, മലപ്പുറം.